പ്രിയ നിറഞ്ഞവരെ, പറുദീസ നഷ്ടത്തിൻ്റെ ദുരന്ത ഫലങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വയും തമ്പുരാനോടുള്ള അനുസരണക്കേടിനാൽ അവർക്ക് നഷ്ടപ്പെട്ട ആ പറുദീസ നഷ്ടത്തിൻ്റെ 5 ദുരന്ത ഫലങ്ങൾ ഇന്ന് മനുഷ്യവംശത്തെ മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. 5 ദുരന്ത ഫലങ്ങൾ. ഒന്നാമത്തെ ദുരന്ത ഫലം, മനുഷ്യൻ സ്വാർത്ഥനായി മാറി. രണ്ടാമത്തെ ദുരന്തഫലം, മനുഷ്യൻ ഭാരപ്പെടുത്തുന്നവനായി മാറി. മൂന്നാമത്തെ ദുരന്തഫലം, മനുഷ്യൻ ഉപദ്രവകാരിയായി മാറി. നാലാമത്തെ ദുരന്തഫലം, മനുഷ്യൻ കുറ്റാരോപകനായി. അഞ്ചാമത്തെ ദുരന്തഫലം, മനുഷ്യൻ ആർത്തിക്കാരനായി മാറി. പ്രിയ നിറഞ്ഞവർ, ഈ 5 ദുരന്തഫലങ്ങൾ മനുഷ്യ വംശത്തെ മുഴുവൻ തിന്മയുടെ പടുകുഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദുരന്തഫലങ്ങളിൽ നിന്നുള്ള ഒരു വിമോചനമാണ് രക്ഷകനായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനായി ഒരുവനെ പ്രാപ്തനാക്കുക. എങ്ങനെ ഈ ദുരന്തഫലങ്ങളിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാൻ സാധിക്കും? വളരെ വ്യക്തമായി ലൂക്കായുടെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ തൻ്റെ പ്രഭാഷണത്തിൽ 5 കാര്യങ്ങൾ ഈ ദുരന്ത ഫലങ്ങളിൽ നിന്നും മോചനം നേടുവാനായിട്ട് നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. ആ വചനഭാഗം നമുക്കൊന്ന് ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലൂടെ സ്നാപക യോഹന്നാൻ തൻ്റെ പ്രഭാഷണത്തിലൂടെ എങ്ങനെ ഈ 5 ദുരന്ത ഫലങ്ങളെ അതിജീവിച്ചുകൊണ്ട് രക്ഷകനായ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. ആ വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരോ, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. എന്ന് പറഞ്ഞവരെ, ഈ 5 വാക്യങ്ങളിലൂടെ സ്നാപക യോഹന്നാൻ വളരെ വ്യക്തമായി ഈ ദുരന്ത ഫലങ്ങളിൽ നിന്നും എങ്ങനെ മോചനം പ്രാപിക്കാമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. 3 കൂട്ടരാണ് ഇവിടെ കടന്നു വരുന്നത്. 1 ജനക്കൂട്ടം, 2 ചുങ്കക്കാർ, 3 പടയാളികൾ. അപ്പോൾ ജനക്കൂട്ടത്തോട് സ്നാപക യോഹന്നാൻ പറയുന്ന മറുപടി എങ്ങനെയാണ്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവൻ പറയുന്നു, നിങ്ങൾ പങ്കുവെക്കുക. പങ്കുവെക്കുന്നതിലൂടെയാണ് നമുക്ക് ഈ സ്വാർത്ഥതയുടെ ആ ഒരു ദുരന്ത ഫലത്തെ അതിജീവിക്കാൻ സാധിക്കുക. പങ്കുവെക്കലിൻ്റെ ഷെയറിംഗ് സംസ്കാരം കടന്നു വരുമ്പോഴാണ് നമുക്ക് പരിപൂർണമായും നിസ്വാർത്ഥതയുടെ ഒരു മനുഷ്യനായിട്ട് മാറി. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ തിന്മകളായിട്ട് കിടക്കുന്നതാണ് സ്വാർത്ഥതയും ഞാനെന്ന ഭാവവും. അപ്പോൾ പങ്കുവെക്കുന്ന മനസ്സാണ് സ്വാർത്ഥതയിൽ. അതുകൊണ്ടാണ് വചനം പറയുന്നത് വളരെ വ്യക്തമായി, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് സ്നാപക യോഹന്നാൻ ജനക്കൂട്ടത്തോട് പറയുകയാണ്. ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ഉടുപ്പ്, വസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ആത്മാഭിമാനത്തിൻ്റെ ഒരു അടയാളമാണ്. അതുപോലെ ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിനുള്ള അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെയും അത്യാവശ്യ ഘടകം, അടിസ്ഥാനപരമായ നീഡ്സുകൾ തമ്പുരാൻ നമുക്ക് ധാരാളമായിട്ട് നൽകിയിട്ടുണ്ട്. തമ്പുരാൻ ഒരുപാട് വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു. എന്തുമാത്രം ഇത് നമുക്ക് പങ്കുവെക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇല്ലാത്തവനുമായി ഒന്ന് ഷെയർ ചെയ്യുവാനായിട്ട് നമുക്ക് എന്തുമാത്രം സാധിക്കും? സ്വയം ഒന്ന് ധ്യാനിക്കുക. പലപ്പോഴും നമുക്ക് ഉള്ളതും അതിൽ കൂടുതൽ സ്വരുക്കൂട്ടാനായിട്ട് ശേഖരിച്ചു കൂട്ടാനുള്ളൊരു പ്രവണതയല്ലേ നമ്മളെ പലപ്പോഴും നയിക്കുന്നത്? ധനമാകാം, മറ്റെന്തെങ്കിലുമാകാം, എല്ലാത്തിൻ്റെയും എൻ്റേതാക്കി മാറ്റുക, സ്വന്തമാക്കി മാറ്റുക, സ്വരുക്കൂട്ടുക എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ മനുഷ്യൻ സ്വാർത്ഥതയുടെ മനുഷ്യരായെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറുദീസ നഷ്ടത്തിൻ്റെ ദുരന്തഫലം മനുഷ്യനെ സ്വാർത്ഥനാക്കി മാറ്റി. ആ സ്വാർത്ഥതയിൽ ഇന്നും മനുഷ്യൻ ഒരുപാട് ദ്രോഹങ്ങളും അസ്വസ്ഥതകളും അവൻ ചെയ്തു കൂട്ടുന്നു. രക്ഷകനായ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാ സ്നാപക യോഹന്നാൻ വ്യക്തമായി നമ്മോട് പറയുന്നു, നിങ്ങളുടെ സ്വാർത്ഥതയിൽ നിന്നും പുറത്തു കടന്ന് പങ്കുവെക്കുവാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പങ്കുവെക്കൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിന് ഉടമകളാക്കി നമ്മളെ മാറ്റുകയാണ്.
ആത്മീയാചാര്യന്മാർ പങ്കുവയ്ക്കും, നിങ്ങൾ പങ്കുവെക്കുന്നതെല്ലാം കുഴിമാടത്തിന് അപ്പുറത്തേക്കും നിലനിൽക്കും, പങ്കുവെക്കാത്തത് കുഴിമാടത്തിൽ അവസാനിക്കും. പ്രിയ നിറഞ്ഞവരെ, നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ, ദാനങ്ങളെ, നന്മകളെ അത് ഇല്ലാത്തവനുമായൊന്ന് ഷെയർ ചെയ്യാനായിട്ട്, പങ്കുവെക്കുവാനായിട്ട് നമുക്ക് മനസ്സ് കാണിക്കാം. ആ പങ്കുവെക്കലിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പറുദീസ നഷ്ടത്തിൻ്റെ ദുരന്തഫലമായി കടന്നു വന്ന സ്വാർത്ഥതയെ അതിജീവിക്കും. നമുക്ക് മുമ്പിൽ ഒരുപാട് വിശുദ്ധരുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. മദർ തെരേസ തൻ്റെ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് കൽക്കട്ടയുടെ തെരുവുകളിലേക്ക് കടന്നു വന്ന് അവളിതാ സ്നേഹം പങ്കുവയ്ക്കുന്നു. വിശുദ്ധ മദർ തെരേസ സ്നേഹം പങ്കുവെച്ചപ്പോൾ അത്ഭുതങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഇതാ രോഗികളായ മനുഷ്യരെല്ലാം തന്നെ അവിടെ ഇതാ അമ്മയുടെ പരിചരണം ഏറ്റുവാങ്ങി തമ്പുരാനെ ദർശിക്കുന്നവരായി അവർ മാറുകയാണ്. കുഷ്ഠരോഗിയായി മാറിയ നമ്മുടെ ഡാമിയൻ, വിശുദ്ധ ഡാമിയൻ, കുഷ്ഠരോഗികളിടയിൽ സേവനം ചെയ്തുകൊണ്ട് കുഷ്ഠരോഗിയായി മാറി. തൻ്റെ സേവനം, തനിക്ക് തമ്പുരാൻ നൽകിയ ആ സമയം ഇതാ കുഷ്ഠരോഗികളുമായി പങ്കുവയ്ക്കുന്ന ഡാമിയൻ. പ്രിയ നിറഞ്ഞവരെ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബ നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വിശുദ്ധനാണ്. തൻ്റെ ജീവൻ തന്നെ പങ്കുവയ്ക്കുകയാണ്. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച്, ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ വീടിനെക്കുറിച്ച് ആവലാതിപ്പെട്ട് ആ മനുഷ്യനെ കൊല്ലുവാനായിട്ട് ഹിറ്റ്ലറുടെ ക്യാമ്പിൽ ഉദ്യമിക്കുമ്പോൾ ഇതാ മാക്സിമിലിയൻ മുന്നോട്ട് വരികയാണ്. ആ മനുഷ്യൻ്റെ ജീവന് പകരം എൻ്റെ ജീവൻ നിങ്ങൾ എടുത്തോളൂ, ആ പാവത്തിന് വെറുതെ വിടൂ, അവൻ ഫാമിലി, കുടുംബമുണ്ട്, ജീവൻ പങ്കുവയ്ക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നിരവധിയായി നമുക്ക് നൽകിയ ദാനങ്ങൾ, അനുഗ്രഹങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മളൊക്കെ ചിരപ്രതിഷ്ഠ നേടിയവരായി മാറുകയാണ്. മനുഷ്യ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടുകയാണ്. ഈ ഭൂമിയിൽ നമ്മുടേതായിട്ടുള്ള ഒരു തൂവലെങ്കിലും അവശേഷിച്ചുകൊണ്ട് കടന്നു പോകാനായിട്ട് സാധിച്ചാൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം മീനിങ്ഫുള്ളായിത്തീരും, അർത്ഥപൂർണ്ണമായിത്തീരും. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ജീവിതം നയിക്കുന്ന മനുഷ്യരായി നമ്മൾ പരിണമിക്കുകയും ചെയ്യും. ആ പറുദീസ നഷ്ടത്തിൻ്റെ ദുരന്തഫലത്തെ അതിജീവിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കും. പ്രിയ നിറഞ്ഞവരെ, രണ്ടാമത്തെ ദുരന്തഫലം ഭാരപ്പെടുത്തരുത് എന്ന് പറയുന്നത്, ഭാരപ്പെടുത്തുന്നവരായി നമ്മൾ മാറി എന്നുള്ളതാണ്. വളരെ വ്യക്തമായി രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. 12-ാം വാക്യം, ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. ചുങ്കക്കാർ അന്നത്തെ കാലഘട്ടം നമുക്കറിയാം, റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി സാധാരണ ജനങ്ങളെ കപ്പം ഇടുക, അവരിൽ നിന്നും പൈസ പിരിച്ചെടുത്ത്, ആ തുക പിരിച്ചെടുത്ത് അവരെ അവരെ ഒരുപാട് ദ്രോഹിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ചുങ്കക്കാർ. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വിഭാഗമാണ്, കേട്ടുപരിചയമുള്ളതാണ്. ഈ ചുങ്കക്കാരൊരു ഭാരപ്പെടുത്തുന്നവരായിട്ട് മനുഷ്യകുലത്തെ, അവരുടെ സമൂഹത്തിൽ ഭാരപ്പെടുത്തുന്നവരായിട്ട് മാറി. അതേ ഭാരപ്പെടുത്തുന്ന ആ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഇതാ മനുഷ്യകുലത്തെ മുഴുവനും ബാധിക്കുകയാണ്. പറുദീസ നഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്ന ഒരു തിന്മയാണ് ഭാരപ്പെടുത്തുക, അപരനെ ഭാരപ്പെടുത്തുക. എൻ്റെ ഒരു പ്രവൃത്തിയോ, എൻ്റെ ചില വാക്കുകളോ, എൻ്റെ പെരുമാറ്റമോ അപരന് ഒരു ഭാരമായി ഞാൻ മാറുന്നുണ്ടോ? അവൻ ഒരുപാട് ഭാരപ്പെടുത്തുന്നവൻ. ഇവിടെ കൃത്യമായിട്ട് സ്നാപയോഹനൻ പറഞ്ഞു, നിങ്ങൾ ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. അപ്പോൾ നീതിയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഭാരപ്പെടുത്തുന്നവനായി മാറിയിട്ടുള്ള ആ ദുരന്ത ഫലത്തിൽ നിന്നുള്ളൊരു മോചനം. നീതിയോടുകൂടി പ്രവർത്തിക്കുക. എന്താണ് നീതി? അർഹതപ്പെട്ടവന് അർഹിക്കുന്നത് അർഹതയുള്ള സമയത്ത് കൊടുക്കുക. ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം അർഹിക്കുന്നവന് ബഹുമാനം, സ്നേഹം അർഹിക്കുന്നവന് സ്നേഹം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ നീതിയോടുകൂടി ജീവിക്കുമ്പോൾ, നീതിമാന്മാരായി മാറുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭാരപ്പെടുത്തുന്നവരായി മാറുന്നു എന്നുള്ള ആ ഒരു പറുദീസ നഷ്ടത്തിൻ്റെ ദുരന്ത ഫലത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. സങ്കീർത്തന പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് നീതിയുടെ മാനദണ്ഡത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ വാക്യങ്ങളുണ്ട്. 1 മുതലുള്ള വാക്യങ്ങൾ വളരെ മനോഹരമായി. ഹൃദയത്തിൽ നന്മയുള്ളവൻ, നിഷ്കളങ്കതയുള്ളവൻ, ഇതാ പലിശ, അപരനെതിരെ അന്യായ പലിശ വാങ്ങാത്തവൻ, കുറ്റപ്പെടുത്താത്തവൻ, ദ്രോഹിക്കാത്തവൻ, അങ്ങനെ ഒരു നിരവധിയായ ആ ഗുണങ്ങളെ നീതിയുടെ മാനദണ്ഡമായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ നീതിമാന്മാരായി നമ്മൾ മാറുമ്പോൾ ഭാരപ്പെടുത്തുന്നവനായി മാറി എന്നുള്ള ആ ദുരന്ത ഫലത്തിൽ നിന്ന് മോചനം നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് വിമോചകനായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വന്തമാക്കുന്നവരായി നമ്മൾ മാറുകയാണ്. പ്രിയ നിറഞ്ഞവരെ, മൂന്നാമത് മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന മൂന്നാമത്തെ ദുരന്ത ഫലം, ഈ പറുദീസ നഷ്ടത്തിൻ്റെ ഫലമായിട്ട് അവൻ ഉപദ്രവിക്കുന്നവനായിട്ട് മാറി. സ്നാപയോഹന്നാൻ ഇതാ പടയാളികളോട് പറയുന്നു. പടയാളികൾ അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്,
ഉപദ്രവിക്കുന്നവനായിട്ട് മാറുന്ന ഒരു മനുഷ്യ സമൂഹത്തെ നോക്കി ഇതാ പറയുകയാണ്, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത്. പ്രിയം നിറഞ്ഞവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ, മനുഷ്യൻ്റെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി ഉണ്ട്. സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി, അതായത് അപരനെ ദ്രോഹിക്കുന്നതിലൂടെ കണ്ടെത്തുന്ന ഒരു സുഖം. ഇന്ന് മനുഷ്യന് മുഴുവൻ ഇന്ന് അറിഞ്ഞു അറിയാതെ അവനെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വികാരമാണ് ഒരു സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി. അതൊരു പക്ഷേ ജീവിത പങ്കാളിയാകാം, മക്കളാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ചുറ്റുമാണ്. ഒരു ചെറിയൊരു സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ കിടക്കുന്നുണ്ട്. അതിൽ നിന്നൊരു മോചനം, അപരനെ ദ്രോഹിക്കുന്നതിലൂടെ സുഖമനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന്, മനുഷ്യൻ്റെ ഒരു പറുദീസ നഷ്ടത്തിൻ്റെ ദുരന്തഫലമായി കടന്നു വന്ന ഈ ഒരു തിന്മയിൽ നിന്നുള്ളൊരു മോചനം ഇതാ വ്യക്തമായി സ്നാപയോഹന്നാൻ പടയാളുന്നു. നിങ്ങൾ ആരെയും നിങ്ങൾ ഭീഷണിപ്പെടുത്തരുത്, ഉപദ്രവിക്കരുത്, അനുഗ്രഹിക്കുന്ന സാന്നിധ്യമായിട്ട് മാറുക. ഭീഷണിപ്പെടുത്താതെ, ഉപദ്രവിക്കാതെ, അതിന് നേരെ ഓപ്പോസിറ്റ് അനുഗ്രഹിക്കുന്ന സാന്നിധ്യമായിട്ട് മാറും. എങ്ങനെയൊക്കെ എനിക്ക് അനുഗ്രഹിക്കുന്ന സാന്നിധ്യമായിട്ട് മാറാൻ സാധിക്കും? 3 വിധത്തിൽ എനിക്ക് അനുഗ്രഹിക്കുന്ന സാന്നിധ്യമായിട്ട് മാറാൻ പറ്റും പ്രിയം നിറഞ്ഞവരെ. ഒന്നാമത്, ശാരീരികമായ എൻ്റെ ഒരു സാന്നിധ്യം, എൻ്റെ ചലനം, സ്പർശനം, അത് അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യം. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ വാത്സല്യത്തോടുകൂടി തഴുകുമ്പോൾ അവിടെ ഒരു സ്നേഹത്തിൻ്റെ സ്പർശനം ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തിൽ ഒരുപാട് നന്മകൾ വളർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സാന്ത്വനത്തിൻ്റെ ഒരു സ്പർശനം, ആ സ്പർശനങ്ങളും ചലനങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ ഒരു ശാരീരികമായ സാന്നിധ്യം അപരനൊരു അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമാക്കി മാറ്റുകയാണ്. നമ്മളൊക്കെ അനുഗ്രഹത്തിൻ്റെ അടയാളമായി മാറാനുള്ളവരാണ്. ഓരോ ക്രൈസ്തവനും, ബാപ്റ്റിസം മുങ്ങിയ, മാമോദിസം മുങ്ങിയ ഓരോ വ്യക്തിയും അപരന് ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമായി മാറുവാനുള്ള വിളിയാണ് പ്രിയം നിറഞ്ഞവരെ ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിലെ ബേസിക് ആയിട്ടുള്ള കോൾ. അവരൊരു അനുഗ്രഹത്തിൻ്റെ അടയാളമായി, അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറുക. അപ്പം എൻ്റെ ശാരീരികമായ സാന്നിധ്യം അനുഗ്രഹമാക്കി മാറ്റുക. രണ്ടാമത്, വൈകാരികമായ, മാനസികമായ സാന്നിധ്യം അവരന് അനുഗ്രഹമാക്കി മാറ്റുക. എങ്ങനെയാണ് വൈകാരികമായ, മാനസികമായ സാന്നിധ്യം? തീർച്ചയായിട്ടും എൻ്റെ ചിന്താഗതികൾ, ആ ചിന്താഗതികൾ വാക്കുകളായിട്ട് കടന്നു വരുന്നു. സാരമില്ല എന്ന് പറഞ്ഞ് ഞാനിതാ ആശ്വസിപ്പിക്കുമ്പോൾ ആ വൈകാരികമായിട്ടുള്ള ഒരു സാന്നിധ്യം, മനസ്സിൻ്റെ ഒരു സാന്നിധ്യം അപരന് ഒരു അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറുന്നു. തീർച്ചയായിട്ടും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെല്ലാം തന്നെ ആ സ്നേഹത്തിൻ്റെ തീഷ്ണത അത് ഒരു ഇൻറ്റിമസിയിലേക്ക് നയിക്കുമ്പോൾ ആ വൈകാരികമായ സാന്നിധ്യം 2 കൂട്ടർക്കും ഇതാ ഒരു അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമാകുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള ആ പരസ്പര ബന്ധം അത് സ്വതന്ത്രമായി, തുറന്ന മനസ്സോടുകൂടി പരസ്പരം ഇടപഴകുമ്പോൾ, പരസ്നേഹത്തിൻ്റെ പ്രവൃത്തികളിൽ അവർ മുഴുകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സഹോദരങ്ങൾ തമ്മിൽ ഒരു അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറുന്നു. അല്ലെങ്കിൽ ഒരു സമർപ്പിതർ ഒരു സമൂഹത്തിലായിരിക്കുന്ന സമയത്ത് അവിടെ ദൈവസ്നേഹത്തിൻ്റെ ജ്വാലകൾ ഉയരുവാനായിട്ടിടയായാൽ ആ സമർപ്പിതൻ്റെ സാന്നിധ്യം അപരന് ഒരു വിശ്വാസത്തിൻ്റെയും ഒരു വിശുദ്ധിയുടെയും ഒരു സാന്നിധ്യമായിട്ട് മാറുമ്പോൾ അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായിട്ട് അവൻ മാറുകയാണ്. പ്രിയം നിറഞ്ഞവരെ, തീർച്ചയായിട്ടും വൈകാരികമായ നമ്മുടെ സാന്നിധ്യം, ശാരീരികമായ സാന്നിധ്യം അപരന് ഒരു അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമാകും. ഒപ്പം ആത്മീയമായ സാന്നിധ്യവും നമുക്ക് അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമാക്കാൻ പറ്റും. ഒരു ഡോക്ടർ നടത്തിയൊരു പരീക്ഷണം അച്ഛൻ പങ്കുവയ്ക്കാം. ഒരു ഡോക്ടർ കുറച്ച് രോഗികളെ, ഏകദേശം ഒരു 10-20 രോഗികളെ 2ആയിട്ട് തിരിച്ചിട്ട് 10 രോഗികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതാ നിങ്ങളെ സ്നേഹിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കുറച്ചധികം മനുഷ്യരുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ രോഗം മാറാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് ഈ പറയുന്ന ഈ മെഡിക്കേഷൻ ചെയ്തു. അടുത്ത 10 പേർക്ക്, അടുത്തുള്ള 10 രോഗികൾക്ക് അവരൊന്നും തന്നെ പറയുന്നില്ല, അവർക്ക് ഈ പറയുന്ന മരുന്ന് കൊടുത്തു. ഈ പ്രാർത്ഥിക്കുവാനായിട്ട് മനുഷ്യരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ രോഗികളുടെ ആ രോഗം വളരെ 10 മടങ്ങ്, ഇവരെക്കാളും 10 മടങ്ങ് വേഗത്തിൽ ആ സൗഖ്യം ലഭിക്കാനായിട്ട് അവർ കാരണമായി എന്ന് ഒരു ഡോക്ടർ തൻ്റെ പരീക്ഷണത്തിലൂടെ അത് പങ്കുവെച്ചപ്പോൾ, പ്രിയം നിറഞ്ഞവരെ, അവിടെ ഈ ഒരു ആത്മീയ സാന്നിധ്യമാണ്. എൻ്റെ ആ ഒരു ആത്മീയ പ്രാർത്ഥനയെ ഞാൻ അപരന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, ഒരു എംപതറ്റിക് ഫീലിങ്ങോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട്, സിമ്പതിയല്ല. പലപ്പോഴും നമ്മൾ ഈ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കും, അവിടെ ഭൂകമ്പമുണ്ടായി, അല്ലെങ്കിൽ അവിടെ യുദ്ധമുണ്ടായി, അല്ലെങ്കിൽ പ്രശ്നമുണ്ടായി. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്നത് സിമ്പതിയാണ്. സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മിൽ നിന്നും പുറത്തേക്ക് കടന്നുകൊണ്ടുള്ള ഒരു ഫീലിംഗ് ആണ്, ഒരു അയ്യോ പാവം എന്നുള്ള ഒരു സിമ്പതി. എമ്പതി എന്ന് പറയുമ്പോൾ അത് ഞാൻ ഈ വേദന, ആ മനുഷ്യർ അനുഭവിക്കുന്ന വേദന എൻ്റെ ഉള്ളിൽ എനിക്ക് ഫീൽ ചെയ്യുകയാണ്.
അങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് ഒരു എമ്പതിയുടെ മനുഷ്യൻ. ഈ എമ്പതറ്റിക് ഫീലിംഗ് ആണ് ഒരു ആത്മീയമായ ഒരു പ്രകാശം നൽകുന്ന ഈ പറയുന്ന ആത്മീയമായ സാന്നിധ്യം അവരന് അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ഫീലിംഗ് ആയിട്ട് മാറുന്നു. പ്രിയം നിറഞ്ഞവർ, നമ്മുടെ പ്രാർത്ഥന അവരന് വിഷമസന്ധികളിൽ, അസ്വസ്ഥതകളിൽ, ബുദ്ധിമുട്ടുകളിൽ, ഒരുപക്ഷെ നമുക്ക് പരിചയമില്ലാത്തവരെ പോലും നമുക്ക് ഈ പറയുന്ന പ്രാർത്ഥനയുടെ വിഷയമാക്കി മാറ്റാം. നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ, ആ യുദ്ധക്കെടുതികൾ മൂലം വിഷമിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്കൊന്ന് ആത്മാർത്ഥമായി ത്യാഗത്തോടു കൂടി ഇത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനായി, കൈവിരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് മനസ്സ് കാണിച്ചാൽ, അവരുടെ ഫീലിംഗ്, അവരുടെ വേദനയെ നമ്മുടെ വേദനയാക്കി മാറ്റുവാനായിട്ട് നമ്മൾ മനസ്സ് കാണിച്ചാൽ, തീർച്ചയായിട്ടും അവിടെയൊക്കെ നമ്മുടെ ആ ഒരു ആത്മീയമായ സാന്നിധ്യം അതൊരു അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായി മാറുകയാണ്. ദൈവം വളരെയധികം വിലമതിക്കുന്ന ഒന്നാണ്. തമ്പുരാൻ അത് വളരെയധികം വിലമതിക്കുന്നു. തമ്പുരാൻ ആ രക്ഷയുടെ ഈശോയെ ഹൃദയത്തിൻ്റെ ഭാഗമായി മാറ്റുവാനായിട്ട് ഈ ഒരു ആത്മീയമായ സാന്നിധ്യം നമ്മെ സഹായിക്കുന്നു. ഒപ്പം പറുദീസ നഷ്ടത്തിൻ്റെ ദുരന്തഫലമായ ഉപദ്രവിക്കുന്നവൻ എന്നുള്ള ആ ഒരു പേരിൽ നിന്നും, ഉപദ്രവകാരി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഈ ഒരു അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായി മാറുന്നതിലൂടെ നമുക്ക് സാധിക്കുകയാണ്. പറയാൻ നിറഞ്ഞവരെ, നാലാമത് മനുഷ്യൻ കുറ്റാരോപകനായി മാറി. ഇതാ വീണ്ടും പടയാൾ കർത്താവ്, വ്യാജമായി നിങ്ങൾ കുറ്റാരോപണം ചെയ്യരുത്. വളരെ വ്യക്തമായിട്ട് പറുദീസ നഷ്ടത്തിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആ വചനഭാഗങ്ങൾ കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലും 2-3 അധ്യായത്തിൽ ഇതാ അവൻ ആദ്യമായി ആദത്തോട് തമ്പുരാൻ ചോദിക്കുന്നു, ആദം നീ എവിടെയാണ്? മരങ്ങൾക്കിടയിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന ആദത്തോട് തമ്പുരാൻ ചോദിക്കുകയാണ്, ദൈവം ചോദിക്കുകയാണ്, ആദം നീ എവിടെയാണ്? അവൻ പേടിച്ച് വിറച്ചു വന്നു. നീ എന്താ ചെയ്തത് എന്ന് കർത്താവ് ചോദിക്കുകയാണ്. ഞാൻ തിന്നരുത് എന്ന് കൽപ്പിച്ച ഫലം നീ കഴിച്ചുവോ? ഉടനെ ആദം അതിന് മറുപടി കൊടുക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മളത് വായിക്കുന്നുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്, ദൈവമേ അങ്ങ് തന്ന ഈ സ്ത്രീയാണ്. അവിടെ ദൈവത്തെയും സ്ത്രീയെയും കുറ്റപ്പെടുത്തുന്ന ആദത്തെയാണ് കാണുന്നത്. ഹവ്വയോട് ചോദിക്കുന്നു, ഹവ്വ പറയുന്നു സർപ്പമാണ് എന്നെ വഞ്ചിച്ചത്. മനുഷ്യനിങ്ങനെ കുറ്റാരോപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദം ദൈവത്തെ പോലും കുറ്റപ്പെടുത്തുകയാണ്. നീ എനിക്ക് അതിക്ക് തൊട്ടു മുമ്പത്തെ വാക്യങ്ങളിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ വാരിയിൽ നിന്നും ഹവ്വയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസം എന്ന് പറഞ്ഞ അതേ ആദം തെറ്റ് ചെയ്തു കഴിയുമ്പോൾ ഇതാ കുറ്റപ്പെടുത്തുന്ന പ്രവണത. ആ ഒരു പറുദീസ നഷ്ടത്തിൻ്റെ ദുരന്തഫലമായി കിടന്നത് കുറ്റാരോപണം ഇന്ന് മനുഷ്യന് മുഴുവൻ വേട്ടയാണ്. അപരനെ വിധിക്കാനായിട്ട് നമുക്ക് ഇന്ന് മടിയില്ല. ഓരോ ദിവസവും നമ്മളൊന്ന് ധ്യാനിച്ചു, എത്രയോ പേരെ വിധിച്ചുകൊണ്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്ത് അർഹതയാണ് നമുക്കുള്ളത്? നമ്മുടെ ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് വന്നു പോകുന്നു. നമ്മൾ അപരനെ വിധിച്ചുകൊണ്ട് കുറ്റാരോപണം. എന്തുകൊണ്ടാണ് കുറ്റാരോപണം? 3 കാര്യങ്ങളാണ് കുറ്റാരോപണം കടന്നു വരുന്നതിൻ്റെ കാരണം. നമ്മിൽ ഒന്നാമത് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ, രണ്ടാമത് ആത്മീയ പ്രകാശത്തിൻ്റെ അഭാവം, മൂന്നാമത് ജീവിതത്തിൻ്റെ ആ ഇപ്പോഴത്തെ അവസ്ഥകളെ അംഗീകരിക്കുവാനുള്ള, ജീവിതത്തിൻ്റെ ആ റിയാലിറ്റീസിനെ അംഗീകരിക്കുവാനുള്ള മടി. ഈ 3 കാര്യങ്ങളാണ് കുറ്റാരോപണത്തിലേക്ക് ഒരുവനെ നയിക്കുന്നത്. ആ കുറ്റാരോപണം, നിങ്ങൾ കുറ്റം ആരോപിക്കാതെ അപരനിലെ നന്മകളെ കണ്ടുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യുവാനായിട്ട്, ഒപ്റ്റിമിസ്റ്റിക് മെൻറ്റാലിറ്റി, അവരിലെ നന്മകളെ കാണുവാനും അതിനെ എൻകറേജ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുമ്പോൾ കുറ്റാരോപണത്തിൽ നിന്നും മാറി, അവരെ വിധിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് മാറി അവരിലെ നന്മകളെ കാണുവാൻ ഞാൻ മനസ്സ് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ അനുഗ്രഹമായി, കൃപയായി എന്നിലേക്ക് കടന്നു വരുന്നു. ആ ഒരു അനുഗ്രഹം, ആ ഒരു കൃപ തീർച്ചയായിട്ടും ഈ ഒരു പറുദീസ നഷ്ടത്തിൻ്റെ ദുരന്ത ഫലത്തെ അതിജീവിക്കാൻ എന്നെ സഹായിക്കുകയാണ്. പ്രിയ നിറഞ്ഞവരെ, നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്കും പലതരത്തിൽ കുറ്റാരോപണം കടന്നു വരാം. അപരൻ നമ്മെ വിധിക്കുകയും ഒക്കെ വിമർശിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ കടന്നു വരാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ദൈവിക പദ്ധതിയായിട്ട് നമുക്കതിനെ സ്വീകരിക്കാം. ഒരു പോസിറ്റീവ് ഒരു മെൻറ്റാലിറ്റിയിൽ ദൈവിക പദ്ധതിയോട് സഹകരിക്കുന്നവരായി, ദൈവിക പദ്ധതിയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നവരായിട്ട് അതിനെ നമുക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് അവയെ നമുക്ക് നല്ല മനസ്സോട് സ്വീകരിക്കാം. പക്ഷേ അതേസമയം നമ്മൾ അപരനെ കുറ്റം വിധിക്കാതിരിക്കുക, നമ്മുടെ ജീവിതം മറ്റുള്ളവരിലെ നന്മകളെ കണ്ട് അതിനെ എൻകറേജ് ചെയ്യുന്നതാക്കി മാറ്റുക. അങ്ങനെ നമുക്ക് ഈ കുറ്റാരോപിക്കുന്ന ആ പ്രവണതയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ പറ്റും. അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ഒരു ദൈവകൃപയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. 5-ാമത്തെ ദുരന്തഫലം, ആർത്തിക്കാരനായ മനുഷ്യൻ മാറി. വ്യക്തമായിട്ട് വചനം പറയുന്നു, സ്നാപയോഹനൻ പറയുന്ന ലാസ്റ്റ് വാക്യം 14-ാമത്തെ, വേദനം കൊണ്ട് തൃപ്തിപ്പെടണം. ഇന്ന് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനെന്ന് മനുഷ്യന് സാധിക്കാത്തതുകൊണ്ട് അവൻ ആർത്തിക്കാരനാവുകയാണ്. ചുറ്റുപാടും കാണുന്ന ഓരോ വസ്തുക്കളും സാധനങ്ങളും നമ്മൾ കാണുമ്പോൾ അതെല്ലാം തന്നെ സ്വന്തമാക്കണമെന്നുള്ള ഒരു ആർത്തി മനുഷ്യനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ ആർത്തിയുടെ സംസ്കാരത്തിൽ എന്ന് മനുഷ്യൻ പുറത്തു കടക്കുന്നുവോ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനായി എന്ന് മനുഷ്യൻ മാറുന്നുവോ, അന്നു മുതൽ അവൻ്റെ ജീവിതം ഉള്ളിൽ ആനന്ദിക്കുന്ന, സന്തോഷം അനുഭവിക്കുന്ന ജീവിതമായിട്ട് മാറും. അല്ല എങ്കിൽ ഈ ആർത്തിയുടെ, ഈ ഒരു ആസക്തിയുടെ പിന്നാലെ പായുന്ന നമ്മുടെ ജീവിതം മുഴുവൻ ചെന്നെത്തുന്നത്, എത്രമാത്രം നമ്മൾ ശേഖരിച്ചാലും കുന്നുകൂട്ടിയാലും അതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിലാണ്. ഒരിക്കലും മതി വരാത്ത മനുഷ്യൻ്റെ ഒരു പ്രവണത, അത് ഈ ഒരു പറുദീസ നഷ്ടത്തിൻ്റെ ദുരന്തഫലമായി മനുഷ്യൻ്റെ കൂടെ കൂടിയിട്ടുള്ള ഒരു പ്രവണതയാണ്. അതിനെ അതിജീവിക്കുവാനായിട്ട് ഉള്ളതുകൊണ്ട്, സ്നാപയോഹനൻ വ്യക്തമായി നമ്മോട് പറയുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ ഈ ആർത്തിയുടെ സംസ്കാരത്തിന് വിടുതൽ നിനക്ക് ലഭിക്കും. അത് തീർച്ചയായിട്ടും ദൈവികമായ പ്രകാശം ഹൃദയത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ഈശോയെ ഹൃദയത്തിൻ്റെ രക്ഷകനായി, നാഥനായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിതം ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു അടയാളമാക്കി മാറ്റുന്നവരായിട്ട് നമ്മൾ മാറും. നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും ഒരു നന്മയുടെ ഒരു പ്രകാശം അപരന് കൊടുക്കുന്നതായിട്ട് നമുക്ക് മാറ്റാം. ഈ പറുദീസ നഷ്ടത്തിൻ്റെ ദുരന്ത ഫലങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു നന്മകളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തി ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ രക്ഷകനായി സ്വീകരിച്ച് നമ്മുടെ സ്വഭാവത്തിലൂടെ, വ്യക്തിത്വത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവർക്ക് ഈ ഒരു ഈശോയെ, ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കുന്നവരായിട്ട് നമുക്ക് മാറാം. അതുവഴി ദൈവം നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ നന്മകളും കൃപകളും ഒക്കെ വർഷിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹീതമായി മാറുകയും ചെയ്യും. ദൈവം ഈ ഒരു കൃപയിലേക്ക് നിങ്ങളേവരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആ ഒരു കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയ നിറഞ്ഞവരെ, നമുക്കൊരു നിമിഷം കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തമ്പുരാൻ ഇന്നത്തെ ദിവസം നമുക്ക് നൽകിയ ഈ ഒരു ഉൾക്കാഴ്ചകളെ ഉള്ളിൽ നമുക്ക് ധ്യാനിക്കാം. പറുദീസ നഷ്ടത്തിൻ്റെ ദുരന്ത ഫലങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാണെന്നുള്ള ഒരു അവയർനെസ് നമുക്ക് ആദ്യം ഉണ്ടാകട്ടെ. ആ ഒരു അവബോധത്തിൽ നിന്നും സ്നാപക യോഹന്നാൻ നൽകുന്ന പ്രഭാഷണത്തിലൂടെ എങ്ങനെ അതിനെ അതിജീവിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ പറുദീസ നഷ്ടത്തിൻ്റെ ദുരന്ത ഫലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ദൈവകൃപയെ ഹൃദയത്തിൽ സ്വന്തമാക്കി അപരന് ഒരു നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ അടയാളമായി മാറി ഈ ഭൂമിയിലെ നമ്മുടെ ഈ കൊച്ചു ജീവിതം ഏറ്റവും നന്മപൂരിതമായി മാറട്ടെ, ഏറ്റവും അനുഗ്രഹീതമായി മാറട്ടെ. നാഥ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ചാലും അങ്ങയുടെ സാന്നിധ്യമാണ്, അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ വചനമാണ് ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശമുള്ളതാക്കി മാറ്റുന്നത്. എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്ന് വിടുതൽ നൽകുന്നത്. അങ്ങയുടെ കൃപയിലേക്ക് നിരന്തരം ഞങ്ങളെ ഓരോരുത്തരെയും ആനയിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിരന്തരം നയിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.